ഹായ് ഓൾ, എല്ലാവർക്കും ട്രിപ്പിൾ മെഡിസിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ സിലബസ് ആണ്. അപ്പോൾ ഇപ്പോൾ PSC വിളിച്ചിരിക്കുന്നതാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. ബിടെക്കുകാർക്ക് ഏത് ബിടെക് ചെയ്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്, ഏത് ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാം. വളരെ മികച്ച ഒരു അവസരമാണ് ബിടെക്കുകാർക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ മെയിൻ സിലബസ് ടോപ്പിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഈ സിവിൽ എഞ്ചിനീയറിംഗും ബേസിക്സ് തന്നെയാണ് വരുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ദെൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന് വരുന്നത്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിങ്ങിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ, സർവേയിങ്. മെറ്റീരിയൽസിൽ ബ്രിക്ക്, വെറൈറ്റീസ് ആൻഡ് സ്ട്രെങ്ത്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബ്രിക്ക്, അതുപോലെ സിമെൻറ്റ്, വെറൈറ്റീസ് ആൻഡ് ഗ്രേഡ് ഓഫ് ദ സിമെൻറ്റ് ആൻഡ് ഇറ്റ്സ് യൂസേഴ്സ്. ഇനി സ്റ്റീൽ, ടൈപ്സ് ഓഫ് സ്റ്റീൽ ഫോർ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ, സ്റ്റീൽ സ്ട്രക്ചറൽ സെക്ഷൻ, അഗ്രഗേറ്റ്, കോൺക്രീറ്റ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റീല്, ബ്രിക്ക് ഇതിൻ്റെയൊക്കെ ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ പ്ലേലിസ്റ്റിലും അതുപോലെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ കഴിഞ്ഞ തവണ നമ്മൾ എക്സാം നടന്നപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അവൈലബിൾ ആണ്, ചെക്ക് ചെയ്യാം. അപ്പോൾ വെറൈറ്റീസ് ഓഫ് സ്ട്രെങ്ത്, ഇപ്പോൾ ഇതിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം, മെറ്റീരിയൽസ് പഠിക്കുമ്പോൾ എന്തൊക്കെയുണ്ട്? ഒന്ന് ബ്രിക്സ് ആണ്, സ്റ്റീല്, സിമെൻറ്റ്, അഗ്രഗേറ്റ്സ്, കോൺക്രീറ്റ്. ഇനി ഇതിനെപ്പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. കൂടാതെ വർക്കബിലിറ്റി, മിക്സിംഗ്, ബാച്ചിങ്, കോമ്പാക്ഷൻ, ക്യൂറിങ്, ഇങ്ങനെയുള്ള കുറച്ച് ടേംസ് ഉണ്ട്. അതായത് ഗ്രേഡ്സ് ഓഫ് കോൺക്രീറ്റ്, വാട്ടർ സിമെൻറ്റ് റേഷ്യോ, ഇതൊക്കെ കോൺക്രീറ്റിൽ വരുന്നതാണ്. വർക്കബിലിറ്റി, മിക്സിംഗ്, ബാച്ചിങ്, കോമ്പാക്ഷൻ, ക്യൂറിങ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇതെല്ലാം മെറ്റീരിയൽസിൽ വരുന്നതാണ്. അടുത്തത് കൺസ്ട്രക്ഷനാണ്. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് നമുക്ക് ബേസിക് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബുക്സ് റെഫർ ചെയ്യാവുന്നതാണ്. അത്രയും ആ ബേസിക്സ് മാത്രം മതി. അപ്പോൾ അങ്ങനെ ഒരു ബുക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നത് താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. IUയുടെ എല്ലാ ബുക്സിൻ്റെയും സജഷനായിട്ട് ഒരു പോസ്റ്റ് നമ്മൾ നേരത്തെ ട്രിപ്പിൾ മെഡിസിയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, അതും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇനി കൺസ്ട്രക്ഷൻ പറയുമ്പോൾ പാർട്സ് ഓഫ് ദ ബിൽഡിംഗ്, അതിൽ ഒന്ന് ഫൗണ്ടേഷൻ. അപ്പോൾ അതിൻ്റെ ടൈപ്സ് പറയും, ഏതൊക്കെ ടൈപ്സ് ഫൗണ്ടേഷൻ വരുന്നുണ്ട്, ഫൂട്ടിംഗ് വരുന്നുണ്ട്. ഇനി റാഫ്റ്റ്, പൈൽ, വെൽ ഫൗണ്ടേഷൻ, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസ് വരുന്നു. പിന്നെ മാസൻട്രി ഫൗണ്ടേഷൻ, ദെൻ മാസൻട്രി, ഇത് രണ്ടുമാണ് വരുന്നത്. പല തവണയും ഈ ബ്രിക്ക് മാസൻട്രിയുടെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഡയറക്റ്റ് നമുക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണതൊക്കെ. ഇനി സർവേയിങ്, ഇപ്പോൾ മെയിനായിട്ടും പറഞ്ഞു മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ, സർവേയിങ്, ഈ 3 കാര്യങ്ങളാണുള്ളത്. സർവേയിങ്ങിൻ്റെയും ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെയിൻ സർവേയിങ്, അതുപോലെ തന്നെ ചെയിൻ സർവേയിങ്ങിൽ തന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ ഒരു ടേംസിൻ്റെയൊക്കെ മീനിങ് അറിഞ്ഞിരിക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ GPS എന്താണ്, GPS-ൻ്റെ ആപ്ലിക്കേഷൻ എന്താണ് സർവേയിങ്ങിൽ വരുന്നത്, അതുപോലെ ഇൻട്രഡക്ഷൻ ടു GIS വരുന്നുണ്ട്. ഇനി ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്താണ്, ഗുഡ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റം, ക്വാളിറ്റി പ്ലാനിംഗ്, ഡെവലപ്മെൻറ്റ് ഓഫ് ക്വാളിറ്റി പ്ലാനിംഗ്, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്, ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ മാനേജ്മെൻറ്റ്, മെറ്റീരിയൽ ആൻഡ് സെയിൽസ് മാനേജ്മെൻറ്റ്, പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ, മെത്തേഡ് സ്റ്റഡി, ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, പ്രൊജക്റ്റ് അനാലിസിസ് എന്നിവയാണ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ വരുന്നത്. അടുത്തത് ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റിൻ്റെയും ടെക്സ്റ്റ് ബുക്സ് അവൈലബിൾ ആണ്. അതിൽ നിന്ന് ഈ ടോപ്പിക്സ്, സിലബസിൽ പറഞ്ഞ ടോപ്പിക്സ് മാത്രം സെലക്റ്റീവായിട്ട് പഠിച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ MCQs കൂടുതലായിട്ടും നമ്മൾ സെർച്ച് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്ത് ചെയ്യാം. നമ്മളത് വെബ്സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇപ്പോൾ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തെർമോഡൈനാമിക്സ്. അതിൽ എനർജി കൺവേർഷൻ ഡിവൈസ്, IC എഞ്ചിൻ, ടർബോ മെഷീൻ, റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിങ്, പവർ ട്രാൻസ്മിഷൻ ഡിവൈസസ് ഇൻ ഓട്ടോമൊബൈൽ, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആൻഡ് മാനുഫാക്ചറിംഗ് പ്രോസസ്, മെഷീൻ ടൂൾ, എമിഷൻ സ്റ്റാൻഡേർഡ്സ് എന്നിവയാണ്. അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഈ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാം. അതുകൂടാതെ MCQs മാക്സിമം സോൾവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കുറച്ചും കൂടി ടോപ്പിക്സ് കൂടുതലായിട്ട് കാണുന്നത്.
ഇലക്ട്രിക് സർക്യൂട്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫണ്ടമെൻ്റൽ, 3-phase സിസ്റ്റം, ജനറേഷൻ ഓഫ് പവർ, ഇലക്ട്രിക്കൽ മെഷീൻസ് എന്നിവയാണ്. ഇതിൻ്റെയൊക്കെ നോട്ട്സ് MCQs ഒക്കെ നമ്മൾ MEDC എന്ന വെബ്സൈറ്റിൽ www.medc.com ഓൾറെഡി നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് റെഫർ ചെയ്യാം, മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. കോൺസെപ്റ്റ് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ ഒരുപാട് വീഡിയോസും ചെയ്തിട്ടുണ്ട്. പ്ലീസ് റെഫർ ടു MEDC യൂട്യൂബ് ചാനൽ. ഇനി ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും നോട്ട്സ് MEDC വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ പ്രത്യേകമായിട്ടുള്ള ചില പുതിയ ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള MCQs മാക്സിമം പഠിക്കുക. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സ്വിച്ചസ്, SPST, SPDT, DPDT അങ്ങനെയുള്ള സ്വിച്ചസ്, റിലേസ്, പബ്ലിക് അഡ്രസ് സിസ്റ്റം, ലൗഡ് സ്പീക്കർ, ആംപ്ലിഫയർ, മൈക്രോഫോൺ, അതൊക്കെ പുതിയതായിട്ട് അഡീഷണലായിട്ട് നിങ്ങൾ പഠിക്കുന്ന ഒരു സെപ്പറേറ്റ് ടോപ്പിക്ക് പോലെ തന്നെയാണ്. മൈക്രോ കൺട്രോളർ ഒരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കാം. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിനകത്ത് ഡിജിറ്റൽ കമ്പ്യൂട്ടർ, അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ, സ്റ്റോറേജ്, മെമ്മറി, പല ടൈപ്പ് ഓഫ് മെമ്മറി, ഡേറ്റ റെപ്രസെൻറ്റേഷൻ, അതിലാണ് ഈ നമ്പർ സിസ്റ്റംസ് വരുന്നത്. ബൈനറി, ഒക്ടൽ, ഹെക്ടൽ, ഹെക്സാഡെസിമൽ അങ്ങനെ വരുന്ന റെപ്രസെൻറ്റേഷൻസ്, കൺവേർഷൻ. പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ആണെങ്കിൽ എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, മെഷീൻ ലാംഗ്വേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കോൺസെപ്റ്റ്സ് മാത്രം പഠിച്ചാൽ മതി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. നമുക്ക് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ്, പ്രോബ്ലം അനാലിസിസ്, ഫോർമൽ ഡെഫിനിഷൻ ഓഫ് എ പ്രോബ്ലം, solution, breaking a problem into sub-problem, overview of the solution to the sub-problem, അതായത് അൽഗോരിതം എങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ വളരെ തിയററ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രൊസീജിയർ ബൈ ഫ്ലോ ചാർട്ട്, അപ്പോൾ അതിൽ ഫ്ലോ ചാർട്ടിൽ തന്നെ ഏത് ഷേപ്പിലുള്ള ആ ഓരോരോ ഷേപ്സ് ഉണ്ടല്ലോ, റെക്റ്റാങ്കുലർ വരുന്നു, ഡയമണ്ട് ഷേപ്പ് വരുന്നു, അപ്പോൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ടോപ്പിക്സ് ഉള്ളൂ. അപ്പോൾ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന് ഈ ഒരു സിലബസിൽ പഠിച്ച് IEO നേടാൻ വളരെ ശ്രമിക്കുന്നവർക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പോലെ തന്നെ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമാണ്, സെക്കൻഡ് ഗസറ്റഡ് പോസ്റ്റാണ്, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്. ഇതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. നമ്മുടെ www.medc.com വെബ്സൈറ്റിൽ ഇതിൻ്റെ ഒരു അവൈലബിൾ ആണ്. സിലബസ് PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു 2 സിലബസ് തമ്മിൽ കുറച്ച് സാമ്യങ്ങളുണ്ട്. രണ്ടിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുക. കുറച്ചും കൂടി ടോപ്പിക്സ് കൂടുതൽ വരുന്നത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ പോസ്റ്റിലേക്കാണ്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറും AEയും കമ്പയർ ചെയ്തുള്ള ഒരു വീഡിയോ നമ്മൾ ഉടനെ ചെയ്യാം.